പിന്നെ ഈ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രീമിയം വാഹനങ്ങൾക്ക് മാത്രം കണ്ടുവരുന്ന ഒരു ഡോർ ഹാൻഡിലാണ് വരുന്നത്. ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൻ്റെ നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. ഏറ്റവും പുതിയ ആൾട്രോസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 2025 മോഡൽ ഏറ്റവും പുതിയ ആൾട്രോസ്. ഒരുപാട് പ്രത്യേകതകളുള്ള ടാറ്റ ആൾട്രോസ് ആണ്. നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കാം. വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് വരുന്നത് ഒരു സ്പോർട്ടി ലുക്കായിട്ടാണ് വാഹനം വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സ്പോർട്ടി ലുക്കാണ്. ഒരു സ്പോർട്സ് വാഹനങ്ങൾക്കൊക്കെ ഉള്ള ഒരു ലുക്കാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ലൈറ്റ് വരുന്നത് DRLാണ് മുകളിലായിട്ട് വരുന്നത്, DRL LED ലൈറ്റ്. അതുപോലെ തന്നെ താഴെ വരുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള LED ലൈറ്റാണ് വരുന്നത്. അതായത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രൊജക്ടർ ലാമ്പ് പോലുള്ള ഒരു ലൈറ്റാണ്. അതായത് ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു ലൈറ്റ് കൂടിയാണ് ഫ്രണ്ട് ലൈറ്റ് വരുന്നത്. LED ഗ്രില്ലായിട്ടാണ് ഫ്രണ്ട് ഗ്രില്ല് വരുന്നത്. അത് എയർ ഇൻസേർട്ട് ആയിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയാണ് വരുന്നത്. എയർ അകത്തേക്ക് കടന്നു പോകാനുള്ള ഒരു ഡിസൈനാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. കോർണറിങ് ഫോഗ് ലാമ്പാണ്. അതായത് നമ്മളിപ്പോൾ റൈറ്റിലേക്ക് സ്റ്റാരിങ് തിരിക്കുമ്പം ഇതിൻ്റെ ഫോഗ് ലാമ്പ് കണ്ടോ റൈറ്റിലേക്ക് വരുന്നത്. ഇനി ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പം ഇവിടുന്ന് ഓഫായിട്ട് നമുക്ക് ലൈറ്റ് ലെഫ്റ്റിലേക്ക് പോകും ഫോഗ് ലാമ്പ്. ഇങ്ങനെ വളരെ നല്ലൊരു ഫീച്ചറാണത്. പിന്നെ ഈ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രീമിയം വാഹനങ്ങൾക്ക് മാത്രം കണ്ടുവരുന്ന ഒരു ഡോർ ഹാൻഡിലാണ് വരുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണായിട്ട് ഡോർ ഓപ്പൺ ആക്കാൻ പറ്റും. ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാലും നമുക്ക് വേറൊരു പ്രത്യേകത പറഞ്ഞാൽ 90 ഡിഗ്രിയിലാണ് ഡോർ ഓപ്പൺ ആകുന്നത്. അപ്പോൾ 90 ഡിഗ്രി നമുക്ക് ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് കാലിങ്ങനെ അകത്തേക്ക് എടുത്ത് വെക്കാണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഇരിക്കാം. അത് കോർ ഡ്രൈവർ സൈഡ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡ് ആണെങ്കിലും 90 ഡിഗ്രിയാണ് നമുക്ക് ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുകൊണ്ട് വളരെ ഉപകാരമാണ്. കുട്ടികളെയൊക്കെ എടുത്തിട്ട് ലേഡീസിന് കയറാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വയസ്സായവർക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. വാഹനത്തിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ കണക്റ്റഡ് ടൈൽ ലാമ്പാണ്, ഇൻഫിനിറ്റി ടൈൽ ലാമ്പാണ് വരുന്നത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീമിയം വാഹനങ്ങൾക്കൊക്കെ കണ്ടുവരുന്ന ഒരു ടൈൽ ലാമ്പാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൻ്റെ നോക്കാം. 345 വിശാലമായ ഈ സെഗ്മെൻറ്റിൽ ഇല്ലാത്തൊരു ബൂട്ട് സ്പേസാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. വലിയൊരു ഫാമിലിക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഇത്. ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള സീറ്റിംഗ് പൊസിഷൻ. എനിക്ക് കാല് മുട്ടാത്ത, അതായത് ഇത്ര ഒരു ഗ്യാപ്പ് വേണം എന്തായാലും ഡ്രൈവ് ചെയ്യുമ്പം. ഈ ഒരു സീറ്റിംഗ് പൊസിഷനിൽ ഞാൻ ബാക്കിൽ പോയിട്ട് ഇരിക്കാം. അതായത് ഞാൻ നല്ലൊരു ഹൈറ്റുള്ള ഒരാളാണ്. അപ്പം നമുക്ക് ബാക്കിൽ കാല് മുട്ടുന്നുണ്ടോ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് സീറ്റ് നമുക്ക് ഡോർ ഓപ്പൺ ആക്കാൻ പറ്റുന്ന 90 ഡിഗ്രിയിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത്ര സ്പേസ് നമുക്ക് വരുന്നുണ്ട്. സാധാരണ വാഹനങ്ങൾക്കൊക്കെ ഇത്രയും ഉണ്ടാവും. നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതിൽ 90 ഡിഗ്രി നമുക്ക് ഡോർ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികളെയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ തൈ സപ്പോർട്ട് വരുന്നുണ്ട്. അത് ഏറ്റവും എടുത്തു പറയേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ, ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ തൈ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ യാത്രാസുഖം കംഫർട്ട് കിട്ടും. ടയേർഡ് ആവില്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതുപോലെ തന്നെ 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന് റിയർ സൈഡിൽ. അതുപോലെ പിന്നെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ സെൻട്രലായിട്ട്. അത് ഹോൾഡ് ചെയ്ത് വെക്കാനും പറ്റും. നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചാൽ 3 പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ AC വെൻറ്റ് വരുന്നുണ്ട്. AC വെൻറ്റ് അതുപോലെ തന്നെ USB-C ടൈപ്പ് ചാർജറിങ് വരുന്നുണ്ട്. അത് 65 വാൾട്ടാണ്. അതായത് നമുക്ക് ലാപ്ടോപ്പ് അടക്കം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലുള്ള ഫീച്ചർ വരുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ വേറൊരു വാഹനം ഇല്ലാന്ന് നമുക്ക് എടുത്ത് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ റിയർ സൈഡിലുള്ള ഹമ്പ് നമുക്ക് ഈ ഒരു വാഹനത്തിനുള്ള, അതായത് 3 പേര് ഇരിക്കുമ്പം സെൻറ്ററിലുള്ള ഒരു ഹമ്പ് ഉണ്ടല്ലോ, അത് ഈ വാഹനത്തിലില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ എല്ലാ വാഹനത്തിനും ഇങ്ങനെയുള്ള ഒരു ഹമ്പ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് ഇരിക്കുമ്പം നമുക്ക് ലെഗ് സ്പേസ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. കാല് വിശാലമായിട്ട് വെച്ചിട്ട് ഇരിക്കാനും പറ്റും. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ വശങ്ങളിൽ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു ആഷ് ബാക്ക് സെഗ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് ടാറ്റ ഈ ഒരു വാഹനത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ടാറ്റ ആൾട്രോസിൻ്റെ വേറൊരു പ്രത്യേകതയാണ് എല്ലാ വേരിയൻറ്റിലും 16 ഇഞ്ച് തന്നെയാണ് ടയേഴ്സ് വരുന്നത്. ബേസ് വേരിയൻറ്റിലും മുതൽ ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരെ 16 ഇഞ്ച് ടയേഴ്സാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ സൺറൂഫ് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫീച്ചർ അതായത് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഹാൻഡ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് സൺറൂഫ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. Hey Tata, open the sunroof. Okay, opening. കണ്ട നമ്മൾ വേറെ പ്രസ് ചെയ്യേണ്ട ഒന്നും വേണ്ട. ഹാൻഡ് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹേയ് ടാറ്റ ക്ലോസ് ദി സൺറൂഫ്.
Okay, closing. ക്യാമറ 360ൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഇത് കാണുന്നത്. നമ്മളിപ്പോൾ എത്രമാത്രം ക്വാളിറ്റിയിലുണ്ട്, നമുക്ക് ഓരോ ബ്ലൈൻഡ് സ്പോട്ടായിട്ട് നമുക്ക് കാണുന്നുണ്ട്. വണ്ടി സെൻസർ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. 3Dയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്യുന്ന വ്യൂ ഒക്കെ ഇത്ര വ്യക്തമായിട്ട് ഏതൊരു വാഹനത്തിന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ വാഹനത്തിനല്ലാണ്ട് നമുക്ക് ഈ ഒരു എന്താണ് അടുത്തുള്ളത് എല്ലാ സ്പോട്ടും നമുക്ക് 360 ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ നമ്മൾ ഇൻറ്റീരിയൽ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വൈറ്റ് കളറായിട്ടുള്ള ഇൻറ്റീരിയലാണ് ഉള്ളത്. അതും പ്രീമിയം ക്വാളിറ്റി, പ്രീമിയം വാഹനങ്ങൾക്കൊക്കെ കണ്ടുവരുന്ന ഒരു ഇൻറ്റീരിയലാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഈ വാഹനത്തിൻ്റെ സ്റ്റാരിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ T ലോഗോ ഉണ്ട്. ആ ലോഗോക്ക് ചുറ്റുമായിട്ട് ഒരു വൈറ്റ് കളർ ലൈറ്റ് കൂടി ഇംപിൾട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് ഉണ്ട് ഇതിന് വരുന്നത്. അതുപോലെ AC ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ടച്ച് പാഡ് വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ വേറൊരു വാഹനത്തിനും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. AC കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഓൺ ഓഫ് ഒക്കെ ടച്ച് വഴിയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതിൻ്റെ ആംബിയൻസ് ലൈറ്റൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഈ ആംബിയൻസ് ലൈറ്റൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ വേറൊരു വാഹനത്തിനില്ലാത്ത ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ഫീച്ചേഴ്സാണ് ഈ ഒരു ആൾട്രോസിൽ 2025 ടാറ്റ കൊണ്ടുവന്നിട്ടുള്ളത്. ടാറ്റ എന്ന് പറയുമ്പോൾ മുഖം ചൊളിക്കുന്നവർക്ക് ഒരു മറുപടി ആയിട്ട് തന്നെയാണ് ഈ ടാറ്റ ആൾട്രോസ് ഇത്രയും ഫീച്ചേഴ്സായിട്ട് ഇറക്കിയിട്ടുള്ളത്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ ആൾട്രോസ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാന്ന് കുറച്ച് സമയമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. റോഡ് നല്ലൊരു പ്രസൻസ് ഉണ്ട് വണ്ടിക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നല്ല ഒരു 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് വണ്ടി ഒരു കുഴച്ചലോ ലാഗോ ഒന്നുമില്ല. നമുക്ക് പിന്നെ വണ്ടിൻ്റെ വണ്ടി ഒരു പവർ ഉണ്ട് വണ്ടിക്ക് നമ്മൾ എടുത്തു പോകുമ്പോൾ. പിന്നെ കംഫർട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ കോമ്പറ്റീറ്ററായിട്ട് വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ആൾട്രോസിൻ്റെ മാരുതിയുടെ ബലേനാണ്. ഇപ്പോൾ വൈപ്പറിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഒരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ്. നമ്മൾ ഇപ്പോൾ ഓട്ടോ സെൻസറിങ് ആണ്. മഴ ഉണ്ടാവും, മഴ കൂടുന്നതിനനുസരിച്ച് നമ്മൾ മാനുവലായിട്ട് വൈപ്പർ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. മഴ കൂടുന്നതിനനുസരിച്ചിട്ട് സെൻസർ ചെയ്തിട്ട് വൈപ്പർ ആ മഴൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് വൈപ്പർ നമുക്ക് ഇതായിക്കൊണ്ടിരിക്കും, വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ചെറിയ മഴയാണെങ്കിൽ ചെറുതായിട്ട് അത് നമ്മളിപ്പോൾ എത്ര ലോങ് ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ വൈപ്പറിൻ്റെ കാര്യം ശ്രദ്ധിക്കുക വേണ്ട. ചിലപ്പോഴെല്ലാം നമ്മൾ മഴ കുറഞ്ഞാലും വൈപ്പർ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും. ചില ആൾക്കാർക്ക് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത് ഓട്ടോ സെൻസറായിട്ട് വണ്ടി തന്നെ സെൻസ് ചെയ്തിട്ട് മഴനനുസരിച്ചിട്ട് മഴ ഇല്ലെങ്കിൽ അത് സ്റ്റോപ്പാവും, മഴ കൂടുന്നതിനനുസരിച്ചിട്ട് വൈപ്പറിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ട് വരും. അങ്ങനെ വളരെ നല്ലൊരു ഫീച്ചറാണ് ഇതിലുള്ളത്. അങ്ങനെ ഒരുപാട് ഫീച്ചറുള്ള ഒരു വാഹനം കൂടിയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മളിപ്പം ചെറിയൊരു ഇടവഴിയിലേക്കൊക്കെ കയറി പോന്ന് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇതുണ്ട്, അപ്പം നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് റൈറ്റിലേക്കാണ് ഇൻഡിക്കേറ്റർ ഇടുന്നതെങ്കിൽ ഇവിടെ സ്ക്രീനിൽ നമുക്ക് ആ 360 ക്യാമറൻ്റെ ആ ഒരു ചെറിയ റൗണ്ട് തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു വാഹനം വരുന്നത് 1.2 ആണ് വരുന്നത്. മാനുവൽ പെട്രോൾ വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പം നിലവിലുള്ള വാഹനത്തിൽ ഡീസലായിട്ടുള്ള ഹാഷ് ബാക്ക് സെഗ്മെൻറ്റ് ഈ ഒരു വാഹനത്തിന് മാത്രമേ ഡീസൽ ഒരു സെഗ്മെൻറ്റ് വരുന്നുള്ളൂ ഇന്ത്യയിൽ തന്നെ നിലവിൽ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടാത്ത ഒരുപാട് ഫീച്ചറാണ് ഈ ഒരു വാഹനത്തിന് നമുക്കുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ 2025 ഇറക്കിയ ഒരുപാട് അധികം ഫീച്ചറുകൾ ഇറക്കിയിട്ടുണ്ട് ആൾട്രോസിന്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലായിട്ടുള്ള ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സൊക്കെ. ടാറ്റയുടെ വാഹനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ പ്രൈസ് റേഞ്ചും അതുപോലുള്ള ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലിക്കറ്റിലെ റോട്ടാന മോട്ടോഴ്സായിട്ട് ടാറ്റ മോട്ടോഴ്സായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ അവരുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഗൈസ്, അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക.